ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് ഫരിസേയർ ആലോചിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ യേശുനാഥൻ അവിടെ നിന്ന് പിൻവാങ്ങിയെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം പിൻവാങ്ങുന്ന ചില അവസരങ്ങളുണ്ടാകാം. എപ്പോഴാണ് ദൈവം പിൻവാങ്ങുന്നത്? അപ്പോൾ ഇവിടെ ചതിയിലൂടെ യേശുനാഥനെ എങ്ങനെ നശിപ്പിക്കണം എന്ന് ഫരിസേയർ ചിന്തിക്കുമ്പോഴാണ് യേശുനാഥൻ അവരുടെ ഇടത്തിൽ നിന്ന് പോകുന്നത്. ദൈവം ഒരിടം വിട്ടുപോയാൽ ആ ഇടത്തുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. യേശുനാഥൻ അവിടെ നിന്ന് പോയി അനേക ആയിരങ്ങളെ സൗഖ്യപ്പെടുത്തി നമ്മൾ കാണുന്നു. ഒത്തിരി രോഗമുള്ളവരെ സൗഖ്യപ്പെടുത്തി. ഇതൊക്കെയും ഈ ഫരിസേയർ ആലോചിച്ചിരുന്ന സ്ഥലത്ത് നടക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെയാണ്. എന്നാൽ ഈ മനുഷ്യർ ദൈവത്തെ തന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവിടെ വിട്ടു പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം, ദൈവത്തിൻ്റെ ഈ ഒരു മാറ്റം, ചിലയിടങ്ങളിൽ നിന്ന് ദൈവം ഇങ്ങനെ പോകാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. നമ്മളെപ്പോഴാണോ നിരപരാധികളെ കുറ്റം വിധിക്കാനായി, അല്ലെങ്കിൽ പാടില്ലാത്ത മനുഷ്യരെ, നമ്മളോട് തിരിച്ചൊന്നും മിണ്ടാൻ പറ്റാത്ത മനുഷ്യരെ, അല്ലെങ്കിൽ കഴിവുകളില്ലാത്ത മനുഷ്യരെയൊക്കെ നമ്മളെപ്പോഴാണോ ദ്രോഹിക്കുകയും അവരെ നശിപ്പിക്കാനും ഒക്കെ ചിന്തിക്കുന്നത്, അപ്പോൾ ദൈവം നമ്മുടെ ഇടം വിട്ട് പതുക്കെ പോകും. കാരണം വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വചനം ഇവിടെ മത്തായി ശ്ലീഹ കോട്ട് ചെയ്യുന്നുണ്ട്. അതിപ്രകാരമാണ്. യേശുനാഥൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ വഴിയോരങ്ങളിലോ തെരുവീതികളിലോ നിന്ന് അവൻ്റെ ശബ്ദം ആരും കേൾക്കില്ല. കാരണം തർക്കിക്കില്ല. യേശുനാഥനെ നശിപ്പിക്കാനായി ഇവർ തീരുമാനിക്കുമ്പോൾ അവരോട് തർക്കിക്കാനോ അതെന്താണെന്ന് ചോദിക്കാനോ ഒന്നും പോകുന്നില്ല. യേശുനാഥൻ പിൻവാങ്ങുകയാണ്. അപ്പോൾ ഈ തർക്കിക്കുന്നില്ല എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവം ഓടി വന്ന് നമ്മളോട് തർക്കിക്കുകയോ നമ്മളെ നിരാശരാക്കുന്ന രീതിയിൽ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ദൈവം പതുക്കെ പിൻവാങ്ങുകയാണ്. എന്നാൽ അവൻ പിൻവാങ്ങുന്നത് ഒരിക്കലും തോറ്റുകൊണ്ടല്ല. അവസാനം വചനം പറഞ്ഞിരിക്കുന്നത്, ഈ നീതി വിജയത്തിലെത്തുന്നത് വരെ അവൻ അടങ്ങിയിരിക്കില്ല. നീതിയെ അവൻ വിജയത്തിലെത്തിക്കും. അപ്പോൾ ദൈവം നീതിയെ വിജയത്തിലെത്തിക്കാൻ അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽക്കാരെ അടിച്ചമർത്തി വെച്ചിരുന്ന ജനതയെ വീണ്ടെടുക്കാനായി ഈജിപ്ത് കൊടുക്കേണ്ടി വന്ന വില, വലിയ വലിയ കൊടിയ ശാപങ്ങളും രോഗങ്ങളും അവരുടെ മേൽ വന്ന് പതിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പിൻവാങ്ങുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ദൈവം പിൻവാങ്ങുന്നത് ഒരിക്കലും നീതി നശിപ്പിക്കാനല്ല, അല്ലെങ്കിൽ തിന്മയെ വളർത്താനല്ല. അവൻ നീതിയെ തഴച്ചു വളരുവാനായി അവൻ തിരികെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിത പരിസരങ്ങളിലുള്ള സാധാരണ മനുഷ്യർ അവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്ന് പറയുന്നത്, ഇത് എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ സമൂഹത്തിലായാലും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ത്രാണിയില്ലാത്ത മനുഷ്യർക്ക് കൂട്ടുപോകണമെന്നാണ്, യേശുനാഥനെ പോലെ. അങ്ങനെയാണെങ്കിൽ ദൈവം വസിക്കുന്നിടമായി മാറും. ഒരിക്കലും ദൈവം നമ്മുടെ ഇടം വിട്ട് പോവുകയില്ല. അനീതി ഉള്ളിടത്താണ് അവൻ പതുക്കെ പിൻവാങ്ങുന്നത്. അവൻ പിൻവാങ്ങുന്നത് ആ അനീതിയെ വളർത്താനല്ല, അത് നശിപ്പിക്കാനാണെന്നുള്ള ഓർമ്മ കൂടെ വേണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നോ ജീവിത പരിസരങ്ങളിൽ നിന്നോ ദൈവം പിൻവാങ്ങരുത്. ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഗൂഢാലോചനകൾക്കോ ചതികൾക്കോ കൂട്ടു നിൽക്കരുത്. ദൈവത്തെയും സാധാരണ മനുഷ്യരെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കൂട്ടായ്മകൾക്ക് ഞാൻ കൂട്ടു നിൽക്കരുതെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കണം. ഈ വചനം ധ്യാനിപ്പിക്കുമ്പോൾ നമുക്ക് യേശുനാഥനോട് പ്രാർത്ഥിക്കും, ഒരിക്കലും ദൈവം എൻ്റെ ഇടങ്ങളിൽ നിന്ന് പിൻവാങ്ങാതിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണം. എൻ്റെ ജീവിതത്തിന് അതിനനുസരിച്ചുള്ള പരിവർത്തനവും മാനസാന്തരവും ഉണ്ടാകാനുള്ള കൃപ നൽകണമെന്ന് യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.